നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറായ ആർ സുഗതനെ കാപ്പ ആക്ട് ചുമത്തി ജയിലിൽ അടച്ചിട്ട് ഒരു മാസം പിന്നിടുകയാണ്. സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM പ്രവർത്തകരും ഇപ്പോൾ സ്ഥാനമാനങ്ങളൊന്നുമില്ലാതെ ചുറ്റിത്തിരിഞ്ഞു നടക്കുന്ന CPM നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രനും ശിവൻകുട്ടിയും VK പ്രശാന്തുമൊക്കെ പന്തലും കെട്ടി കോർപ്പറേഷന് മുന്നിൽ സമരമിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. പക്ഷേ ഫലം കണ്ടില്ല. എന്തായാലും സുഗതൻ ഇപ്പോൾ വിയ്യൂർ ജയിലിലാണ്. അദ്ദേഹത്തിന് ഈ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്യാനായി അദ്ദേഹത്തിന് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു. പക്ഷേ കോടതി ജയിലിനുള്ളിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഇപ്പോൾ സുഗതനെ അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് 11 മണിക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കും. മേയർ VV രാജേഷ് ഈ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കും. വിയ്യൂർ സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് പരിശീലനം നൽകുന്ന ഹാളിൽ രാവിലെ 11 മണിക്കാണ് ഈ ചടങ്ങ് നടക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ഹാജരാക്കാൻ ജയിൽ അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിച്ച് സുഗതൻ നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഈ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. സത്യപ്രതിജ്ഞ നടന്നില്ലെങ്കിൽ കോർപ്പറേഷനിലെ ഭൂരിപക്ഷം നഷ്ടമാകുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഇതിനെ തുടർന്ന് ജനവിധി മാനിക്കണമെന്ന് വിലയിരുത്തിയ കോടതി അസാധാരണ സന്ദർഭങ്ങളിൽ അസാധാരണ തീരുമാനമെടുക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ നടപടികൾക്കായി മേയർക്കും ഉദ്യോഗസ്ഥർക്കും ജയിലിനുള്ളിൽ പ്രവേശിക്കാം. അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരെയും അനുവദിക്കണമെന്നും ജയിൽ സൂപ്രണ്ടിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സുഗതന്റെ വിഷയത്തിൽ ഏറ്റവും അധികം ആഞ്ഞടിച്ചിരുന്നത് അതൊരു കോൺഗ്രസ്സുകാരന് ചേരാത്ത വിധത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നത് KS ശബരിനാഥനാണ്. ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ഈ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് BJPക്ക് ഭരണം പോവുകയാണെങ്കിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാമെന്നും തനിക്ക് മേയറാകാമെന്നും അദ്ദേഹം ഈ KS ശബരിനാഥൻ മോഹിച്ചാൽ അതിന് തെറ്റൊന്നുമില്ല. അദ്ദേഹം KS ശബരിനാഥൻ പറയുന്നത് ഇത് വളരെ അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത്രയും പാരമ്പര്യമുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർക്ക് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരിക എന്നത് വളരെയധികം അപമാനകരമാണ് എന്നാണ് KS ശബരിനാഥൻ പറയുന്നത്. പക്ഷേ KS ശബരിനാഥൻ മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. സുഗതൻ ആരെയും ബലാത്സംഗം ചെയ്തിട്ടോ പീഡിപ്പിച്ചിട്ടോ അല്ല ജയിലിൽ കിടക്കുന്നത്. കാപ്പ ആക്ട് ചുമത്തിയത് എങ്ങനെയാണെന്നും അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുമുള്ള കാര്യമൊക്കെ ജനം കണ്ടതാണ്. ഇനി ഒരുപക്ഷെ സുഗതൻ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ടയാളായിരിക്കാം. എന്തായാലും അത് ബലാത്സംഗമോ പീഡനമോ ഒന്നുമല്ല. ഇനി ശബരിനാഥൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരിക്കലും താങ്കളെപ്പോലെയുള്ള ഒരാൾക്ക്, ഒരു കോൺഗ്രസ്സുകാരന് ഒരിക്കലും യോജിക്കുന്ന പദപ്രയോഗങ്ങളോ നിലപാടുകളോ അല്ല താങ്കൾ ഇപ്പോൾ സ്വീകരിക്കുന്നത്. താങ്കൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടായിരിക്കാം. തിരുവനന്തപുരം മേയറാകണം എന്നുള്ളൊരു ലക്ഷ്യം താങ്കൾക്കുണ്ടായിരിക്കാം. താങ്കൾ അരുവിക്കര മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്നു. താങ്കളുടെ പിതാവ് മരണപ്പെട്ട ആ സമയത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ സഹതാപ തരംഗമൊക്കെ കൊണ്ട് താങ്കൾ MLA ആയി അവിടെ. പിന്നീട് ആ മണ്ഡലത്തിലേക്ക് താങ്കൾ തിരിഞ്ഞു നോക്കിയില്ല. അതിനുശേഷം 2021 അവിടെ G. സ്റ്റീഫൻ അവിടെ വിജയിച്ചു. 2026 അദ്ദേഹം തന്നെ അവിടെ വിജയിച്ചു. അപ്പോൾ ശബരിനാഥന് ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അരുവിക്കര മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും, കുറച്ച് ഭൂരിപക്ഷം കുറഞ്ഞാലും തിരുവനന്തപുരത്ത് നിന്ന് ആരനാട്ടേക്ക് പോയി അവിടങ്ങളിലൊന്നും ചുറ്റിത്തിരിയേണ്ട കാര്യമില്ല എന്ന് താങ്കൾ ധരിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം താങ്കൾ ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്തതും പിന്നീട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതും. അതിനുശേഷം 2026 താങ്കൾ അരുവിക്കര മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറായില്ല. 2021 മുതൽ 26 വരെയുള്ള 5 വർഷങ്ങൾക്കിടയിൽ താങ്കൾ അവിടെ കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഉറപ്പായും ഒരുപക്ഷെ താങ്കൾ അവിടെ വിജയിക്കുമായിരുന്നു. കാരണം അത്രയേറെ ഉണ്ടായിരുന്നു ഭരണപക്ഷ പിണറായി വിരുദ്ധ വികാരം. അവിടെ ഇത്തവണയും G. സ്റ്റീഫനാണ് വിജയിച്ചത്. അദ്ദേഹം അവിടെ നല്ല രീതിയിൽ ജനങ്ങളുമായി സംവദിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പാർട്ടി അദ്ദേഹം രാഷ്ട്രീയ കക്ഷി ഏതാണെന്ന് നോക്കുന്നില്ല. വളരെ മികച്ച പ്രവർത്തനമാണ് അവിടെ G. സ്റ്റീഫൻ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശബരിനാഥൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. G. സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധി ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത് ബലാത്സംഗ കേസിലോ പീഡന കേസിലോ പെട്ടിട്ടല്ല എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കണം. താങ്കളൊരു കാര്യം ഓർക്കണം. എന്തോ ആയിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നു, പാലക്കാട് MLA ആയിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ
ഒന്നിലേറെ പരാതികളാണ് ഉയർന്നു വന്നത്. ലൈംഗിക പീഡന പരാതികൾ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതികൾ, ലൈംഗിക വൈകൃതം കാണിച്ചു എന്നുള്ള പരാതികൾ, ബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതികളൊക്കെയാണ് ഉയർന്നു വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഏത് സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നാലും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഒരു കുറ്റവാളിയെ പിടികൂടുന്നത് പോലെ പിന്തുടർന്ന് പിടികൂടി ജയിലിൽ 18 ദിവസം അടച്ചിട്ടതാണ്. അത് താങ്കൾ കണ്ടതാണ്. അന്നൊന്നും ശബരിനാഥൻ പ്രതികരിച്ചു കണ്ടില്ല. അത്രയും വലിയ മാനക്കേടൊന്നും എന്തായാലും സുഗതൻ ഉണ്ടാക്കിയിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂർ MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു പീഡന പരാതി ഉയർന്നു വന്നു. അദ്ദേഹം ഒളിവിൽ പോയി, പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള ഒരു അവസരം പോലും ഉണ്ടായില്ല. അപ്പോഴൊന്നും ഉണ്ടാകാത്തൊരു നാണക്കേട് ഇപ്പോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്രീ ശബരിനാഥൻ, താങ്കളെ പോലെയുള്ളവരുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്. ജനങ്ങൾ പുച്ഛിച്ച് ചിരിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്നും നിങ്ങൾ മാത്രം പറയുന്നത് വിഴുങ്ങുന്നവരല്ല. എല്ലാവർക്കും താങ്കളെപ്പോലെ ബുദ്ധിയും ചിന്താശേഷിയും ഒക്കെ ഉണ്ട്. താങ്കളുടെ അത്രത്തോളം വരില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു 10-1 സാധാരണക്കാരായ ജനങ്ങൾക്ക് ചിന്താശേഷിയുണ്ട്. അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശബരിനാഥന് മാത്രമേ സുഗതനോട് ഇത്രയധികം വിരോധമുള്ളൂ, എതിർപ്പുള്ളൂ. ശബരിനാഥന് മാത്രമേ തിരുവനന്തപുരം നഗരസഭയിലെ BJPയുടെ ഭരണത്തെ കുറിച്ച് എതിർപ്പുള്ളൂ. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഭരണം UDFന് സംസ്ഥാനത്ത് ഭരണം കിട്ടി. അതുതന്നെ പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഉണ്ടായതാണ്. അതല്ലാതെ കോൺഗ്രസിൻ്റെയോ നേതാക്കളുടെയോ പ്രവർത്തന മികവോ സാമർഥ്യമോ കൊണ്ട് ഉണ്ടായതല്ല എന്ന് താങ്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ KS ശബരിനാഥൻ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ പറഞ്ഞ് വെറുതെ അപഹാസ്യരാകരുത്. ഒന്നുമല്ലെങ്കിലും താങ്കൾ ഞങ്ങളുടെ മണ്ഡലത്തിലെ മുൻ MLA ആയിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്.